മനുഷ്യനല്ലേ, നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ നമ്മൾ കഴിക്കാം, പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് വയ്ക്കാം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ പേരുടെ കുറേ സംശയങ്ങൾക്കുള്ള ഉത്തരവായിട്ട് നമുക്കൊന്ന് പോയൊരു വീഡിയോയിലേക്ക് ഫുള്ള് കാണണം കേട്ടോ. അവസാനം വരെ ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഭീഷണിയല്ല, അഭ്യർത്ഥനയാണ്. അപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാം. അപ്പോൾ ഞാൻ ആകെ ഒരു വെയിറ്റ് ലോസ് ജേർണിയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനകത്തിൽ വന്നിരിക്കുന്ന കുറേ കമൻറ്റുകളാണ് ഷുഗർ കഴിക്കുക, ഷുഗർ ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്തു, ചോറ് കഴിക്കുന്നില്ലേ ചേച്ചി, ചോറ് ഫുള്ളായിട്ടങ്ങ് നിർത്തിയോ, ചോറ് കഴിക്കാൻ നമുക്ക് ജീവിക്കാൻ പറ്റുമോ, പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നവർക്ക്. ചോറ് ഒഴിവാക്കിയിട്ടുള്ള ഒരു ഡയറ്റും എടുക്കരുത്. എനിക്ക് പിന്നെ ചോറ് അത്ര വലിയ നിർബന്ധമില്ലാത്തത് കൊണ്ടാണ്, അതായത് എനിക്ക് ചോറ് തിന്നില്ലെങ്കിൽ ചത്തുപോകും എന്നൊരു ഫീൽ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ചോറ് കഴിവതും ഒഴിവാക്കുന്നത്. അതിപ്പോൾ ഡയറ്റ് അല്ലെങ്കിൽ പോലും ഞാൻ ചോറ് അങ്ങനെ അധികം കഴിക്കാറില്ല. പിന്നെ അത്രയ്ക്കും നമുക്ക് സ്വർഗം തരുന്ന കറികളാണെങ്കിൽ മാത്രമാണ് ഞാൻ ചോറ് കഴിക്കുന്നത്. അതായത് നല്ല പുളിശ്ശേരിയും മീൻകറിയും ചക്കയോ അല്ലെങ്കിൽ കിഴങ്ങോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഒക്കെ വെച്ചിട്ട് നമുക്കങ്ങ് ഭയങ്കര ഫീൽ ചെയ്യുന്ന കറികളില്ലേ, അങ്ങനത്തെ കറികളാണെങ്കിൽ മാത്രമേ എൻ്റെ കൺട്രോൾ പോയി ഞാൻ ചോറ് തിന്നാറുള്ളൂ. ഡയറ്റ് ഇരിക്കുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഡയറ്റ് നോക്കാറില്ല കേട്ടോ. മനുഷ്യനല്ലേ, നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ നമ്മൾ കഴിക്കാം, പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് വയ്ക്കുക. നമ്മുടെ ഇപ്പോഴത്തെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡാണെങ്കിൽ എന്തോ ചെയ്യും, നമ്മളങ്ങ് വയറ് നിറയുന്നവരെ നമ്മളങ്ങ് കഴിക്കും. അതല്ലേ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഡയറ്റ് തുടങ്ങി അങ്ങനെ ചെയ്യാൻ പാടില്ല. ചില ദിവസങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോവും. പിന്നെ ഞാൻ ഒരു കാര്യത്തിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്, ഷുഗർ ഞാൻ കഴിച്ചിട്ടേ ഇല്ല എന്ന് പറയുമ്പോഴും അതിന് ചെറിയൊരു കളത്തരമുണ്ട്. ഞാൻ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും എന്താ ചെയ്യുന്നറിയാമോ, അവിടെ നിന്ന് ഒരു സ്കൂപ്പ് ഐസ്ക്രീമൊക്കെ കഴിക്കും. നമുക്കും ഇല്ല ആഗ്രഹങ്ങൾ, എത്ര കഴിക്കേണ്ടെന്ന് വിചാരിച്ചാലും അടിയോടി മോനെടുത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഞാൻ അവൻ്റെ നിന്ന് ഒരു ഭയങ്കര കഴിക്കില്ല, എനിക്ക് സമാധാനമൊക്കെയാണ്. അപ്പോൾ ഞാനങ്ങ് കഴിക്കും. അതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലഞ്ച് നോക്കാം. ഇന്നത്തെ ലഞ്ച് എന്തൊക്കെയാണെന്നുണ്ടോ, കൂർക്ക മെഴുക്ക് വരട്ടി, പിന്നെ നമ്മുടെ ക്യാരറ്റും കുക്കുംബറും കൂടെ പീൽ ചെയ്തെടുത്തത്, പിന്നെ ഇത് ബീട്രൂട്ട് തോരൻ, പിന്നെ നമ്മുടെ കറി വെച്ച മീനിൽ നിന്ന് 2 പീസ് കഷ്ണവും കൂടെ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇന്നത്തെ മീൽ ഇങ്ങനെയാണ്. ഇതിൽ ഞാനിപ്പോൾ ചോറിട്ടിട്ടില്ല. ചോറ് നിർബന്ധമുള്ളവർക്ക് എന്താ ചെയ്യാം, ഇതിൽ ഒരു ചെറിയ കപ്പിന് ചോറ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു ചപ്പാത്തി ആഡ് ചെയ്യാം, ഒരു ദോശ ആഡ് ചെയ്യാം. എനിക്കിപ്പോൾ ഈ സാധനങ്ങൾ ഇത് തന്നെ എൻ്റെ വയറിപ്പോൾ ഫുള്ളാവും. ഇത് തന്നെ ഫുൾ ഇപ്പോൾ പോകത്തില്ല. ഞാൻ വലിയ ആർഭാടത്തിനെടുത്ത് വെച്ചേക്കുന്നതേ ഉള്ളൂ. പിന്നെ സാലഡ് ഞാൻ എപ്പോഴും ഫിനിഷ് ചെയ്യാൻ നോക്കാറുണ്ട്, അത് മാത്രം കളയത്തില്ല. ഈ സാലഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുക്കുംബർ ക്യാരറ്റ് എന്നീ 2 വക സാധനങ്ങൾ കുറച്ച് യോഗട്ടിൽ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും, പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി നാരങ്ങയുടെ നീര് ഒഴിക്കാം. യോഗട്ടിന് അധികം പുളിയില്ലല്ലോ, അപ്പോൾ ഞാനിപ്പോൾ നാരങ്ങയുടെ നീര് ഒഴിച്ചിട്ടില്ല. ഇത് യോഗട്ട് ഇഷ്ടമല്ലാത്തവർക്ക് നല്ല കട്ട തൈര് എടുക്കാം. മിൽക്കി മിസ്റ്റിൻ്റെ ഒക്കെ ആകുമ്പോഴേക്കും നല്ല കട്ട തൈരായിരിക്കും, അത് ഉപയോഗിക്കാം. ഇനി അതല്ല നമുക്ക് വേറൊരു രീതിക്ക് സാലഡ് എടുക്കണമെങ്കിൽ കുറച്ച് ബീൻസ്, ക്യാരറ്റ് ഇതെല്ലാം നല്ല ക്യൂബിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് പിന്നെ കുറച്ച് ബ്രോക്കലിയൊക്കെ കിട്ടുമെങ്കിൽ അതും കുറച്ചെടുക്കാം. ഇത് ജസ്റ്റ് ഉപ്പിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങിയെടുത്ത ശേഷം കുറച്ച് ചിക്കൻ നമുക്ക് ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടി ഇട്ട് അതും ഒന്ന് പുഴുങ്ങിയെടുത്ത് വയ്ക്കാം. അല്ലെങ്കിൽ ഒന്ന് സ്റ്റീം ചെയ്തൊക്കെ എടുത്താലും മതി. ആവിയിൽ വെള്ളത്തിയിട്ട് എടുത്തില്ലെങ്കിൽ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നതും സ്റ്റീം ചെയ്യുന്നതും ഒന്നും തന്നെയല്ലേ, ഞാൻ എന്തൊക്കെയാണെന്ന് പറയുന്നത്. അല്ല, നമുക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ കുക്കറിനകത്തിട്ട് വേവിക്കൂലേ, അല്ലെങ്കിൽ നമുക്ക് മറ്റേ ഇഡ്ഡലിയുടെ പാത്രമില്ലേ അതിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തും എടുക്കാം. എന്നിട്ട് അതൊന്ന് ചിക്കിപ്പറിച്ച് വയ്ക്കാം. എന്നിട്ട് ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വേണമെങ്കിൽ ക്യാബേജും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഈ ഇരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ഒലീവ് ഓയിലാണെങ്കിൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ നമ്മുടെ കോക്കനട്ട് ഓയിൽ വളരെ കുറച്ച് അളവിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് ഈ മറ്റേ സ്വീറ്റ് കോണൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ കൊടുത്തിട്ട് ഈ സ്വീറ്റ് കോണൊക്കെ ആഡ് ചെയ്യാം. നമ്മുടെ മാതളമില്ലേ അതിൻ്റെ നമ്മുടെ ചെറിയ കൈക്ക് മാതള നാരങ്ങയുടെ കുറച്ച് അല്ലികൾ അതൊക്കെ യൂസ് ചെയ്യാം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ. ഇതെല്ലാം വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ വേണമെങ്കിൽ തിന്നാം. കുറച്ച് ഉപ്പും പെപ്പറും കൂടെ അങ്ങനെ ആഡ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ കോരി കഴിക്കുന്നതിനും പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് അങ്ങനെ കഴിക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നുമെങ്കിൽ എന്താ ചെയ്യണം, ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുട്ട ഇഷ്ടമാണെങ്കിൽ മുട്ട ഉപയോഗിച്ച് ഒരു ഡ്രസ്സിങ് തയ്യാറാക്കാം. ഈ മുട്ട പ്രയോഗം ഞാൻ കൂടുതലും നടത്താറുണ്ട്, കാരണം മുട്ട എനിക്ക് അലർജിയാണ്. മുട്ട തിന്നാൽ മാത്രമല്ല അലർജി, മുട്ട തൊട്ടാൽ അലർജി, മുട്ട കണ്ടാൽ അലർജി, മുട്ട സ്മെല്ല് ചെയ്താൽ അലർജി. അതാണ് എൻ്റെ ഒരു അവസ്ഥ. മുമ്പൊക്കെ ഞാൻ മുട്ട പൊരിക്കുമായിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് മുട്ട പൊരിക്കുമ്പോഴും ഭയങ്കര ഇഷ്യൂ. പുഴുങ്ങിയെടുക്കുമ്പോൾ പ്രശ്നമില്ല, കാരണം പുഴുങ്ങിയെടുക്കുമ്പോൾ സ്മെല്ല് വരാറില്ല. ഇപ്പോൾ പൊരിക്കുമ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്യൂ ആണ്, തുമ്മൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാനിപ്പോൾ മോനൊക്കെ തന്നെ പൊരിക്കാൻ മുമ്പ് പൊരിക്കുമ്പോൾ അത്രയും ഒരു എഫക്റ്റ് ഇല്ലായിരുന്നു എനിക്ക് പൊരിക്കുന്ന സമയത്ത്. കയ്യിലൊക്കെ തട്ടിയാൽ ഞാൻ മാക്സിമം കയ്യിലൊന്നും ആകാതെയാണ് പൊരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ എന്തോ ചെയ്യും, ഞാൻ മാസ്ക് വെച്ചിട്ടാണ് മുട്ട പൊരിക്കുന്നത്. അവന് മുട്ട പൊരിക്കുമ്പോൾ ആ മാസ്ക് വെച്ചിട്ട് എന്നിട്ട് ആ പാത്രം ഞാൻ കൈയോട് വെളിയിൽ കൊണ്ടുവയ്ക്കും. കാരണം അത് അകത്തിരിക്കുമ്പോൾ ആ പാനിൻ്റെയൊക്കെ ചൂടുന്നും ആ ഒരു സ്മെല്ല് വരുമല്ലോ. അപ്പോൾ ആ സ്മെല്ല് പോയി തീരാൻ വേണ്ടി ഞാൻ ആ പാത്രം പൊരിച്ച് കഴിഞ്ഞോട്ട് വെളിയിൽ കൊണ്ടുവയ്ക്കും. കാരണം അത്രയ്ക്കും ഒരു മുട്ട വിരോധിയാണ് ഞാൻ. മുട്ട
മുട്ടയിൽ ആരെങ്കിലും എനിക്ക് കൂടോത്രം ചെയ്തോ ദൈവം എനിക്കറിയാൻ വയ്യ. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറി ഗൈസ്. അപ്പോൾ മുട്ട വെച്ചിട്ട് നിങ്ങൾക്ക് മയോണീസ് അടിക്കാമെങ്കിൽ മുട്ട വെച്ച് യൂസ് ചെയ്യാം. അതല്ല ഞാൻ ചെയ്യുന്നത് കടലയാണ് എടുക്കുന്നത് കേട്ടോ. കടല എടുക്കും, അല്ലെങ്കിൽ യോഗട്ട് തന്നെ നമുക്ക് ചെയ്യാം. യോഗട്ട് എടുത്തിട്ട് ചെയ്യാം. ഞാൻ ചിലപ്പോൾ യോഗട്ട് ചെയ്യും, അല്ലെങ്കിൽ കടല എടുക്കും. രണ്ടിലാണെങ്കിൽ ഏത് സാധനമായാലും എടുക്കുക. എന്നിട്ട് അതിൽ ഒരു കഷ്ണം വെളുത്തുള്ളിയും കുറച്ച് മറ്റേ നമ്മുടെ വെജിറ്റബിൾ ഓയിലോ ഒലിവ് ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തിടാം. പിന്നെ നാരങ്ങ നീരോ വിനാഗിരിയോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കുക. അതൊക്കെ നമുക്ക് ഓരോരുത്തർക്ക് ഒരു ടേസ്റ്റ് കാണത്തില്ലേ, അതിനനുസരിച്ച് നമ്മളങ്ങ് മാറ്റുക. ഞാനിങ്ങനെ എല്ലാ ടേസ്റ്റും ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അതുകൊണ്ട് ഞാനൊരു കുക്കറി ഷോയിൽ വീഡിയോ കണ്ടിട്ട് തന്നെ അതിൻ്റെ പകുതി സാധനം ഞാനൊരു ഇടത്തില്ല. കാരണം എനിക്ക് എല്ലാ സാധനങ്ങളൊന്നും ഇഷ്ടപ്പെടത്തില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ നമ്മുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് നമ്മൾ തന്നെ നമുക്ക് വേണ്ടിയുള്ള ഫുഡുകളൊക്കെ കണ്ടുപിടിക്കുക. അതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രസ്സിങ് അത് ചെയ്തിട്ട് ഇതിലെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് തിന്നുക. അതൊക്കെ അങ്ങനെ അത്രയൊക്കെ എടുക്കുകയാണെങ്കിൽ അത് മാത്രമായിട്ട് എടുക്കുക. പിന്നെ സൈഡായിട്ട് വേറെ ഒന്നും എടുക്കണ്ട. അത്യാവശ്യം അതിൽ തന്നെ പ്രോട്ടീനും കാര്യങ്ങളും ചിക്കനായി കടല അല്ലെങ്കിൽ മുട്ട എടുക്കുകയാണെങ്കിൽ അതായി. ഇപ്പോൾ പ്രോട്ടീനും വെജിറ്റബിൾസും എല്ലാം അതിൽ തന്നെ ആഡ് ആയിട്ടുണ്ട്. അങ്ങനെ ഡ്രസ്സിംഗ് ആയിട്ട് ഒരു സാലഡ് അങ്ങനെ എടുക്കാം. പിന്നെ ഈ ചോറ് നിർബന്ധമുള്ളവർക്ക് ഒരു നേരം ചോറ് കഴിക്കാം. ഒരു കപ്പ് ചോറ്, ചെറിയൊരു കപ്പിന് ഒരു കപ്പ് ചോറും കൂടെ നമുക്ക് നല്ല രീതിക്ക് വെജിറ്റബിൾസും പ്രോട്ടീനും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാം. ചോറ് അങ്ങനെ കാരണം നമുക്ക് ജീവിതകാലം മുഴുവൻ ചോറ് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഇപ്പോൾ ഡയറ്റിലിരിക്കുന്ന സമയം നമ്മൾ ചിലപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്യുമായിരിക്കും. അല്ലെങ്കിൽ 3 മാസം 6 മാസമൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും ചവിട്ടി പിടിച്ച് ചോറ് കഴിക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചോറിൻ്റെ അടുത്ത് തന്നെയല്ലേ പോകുന്നത്, വേറെ എവിടെ പോകാൻ? കാരണം നമ്മുടെ മെയിൻ ഫുഡെന്ന് പറയുന്നത് ഈ ചോറും കറികളുമാണല്ലേ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഡയറ്റ് എടുക്കുമ്പോൾ ഈ ചോറങ്ങ് പാടെ കളഞ്ഞിട്ട് ഡയറ്റ് എടുക്കാൻ നിൽക്കരുത്. കാരണം പിന്നെ നമ്മൾ വീണ്ടും ചോറിലേക്ക് പോകുമ്പോഴത്തേക്കും പിന്നെ പണി കിട്ടും. അതുകൊണ്ട് അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ തന്നെ ഒരു നിയന്ത്രണം വെച്ച് അങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടും. ഇതിപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അത്ര കട്ടൺ റൈസറായിട്ട് അങ്ങ് ഡയറ്റ് എടുക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 60 കിലോയിലൊക്കെ ഞാൻ വന്നിരുന്നേനെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കള്ളത്തരം കാണിക്കും. പിന്നെ എൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ കള്ളത്തരം കാണിക്കും. വീട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ ചോറിനും കേട്ടോ. ചോറിന്നതിന് വളരെ ക്വാണ്ടിറ്റി കുറച്ചാണ് കഴിക്കുന്നത്. വീട്ടിലാകുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കറികൾ എപ്പോഴും കാണും. അതായത് ഈ ചക്ക, കിഴങ്ങ്, നല്ല മീൻ കറി അതൊക്കെ കാണുമ്പോൾ എനിക്ക് ചോറിനോട് ടെൻഡൻസി കൂടും. അപ്പോൾ ഞാൻ മോനിടുന്ന കൂട്ടത്തിലാണ് ഞാനിവിടെ കഴിക്കുന്നത്. അപ്പോൾ അധികം കഴിക്കത്തില്ല. അവന് ചോറ് എളുപ്പം വാരി കൊടുത്താൽ ഞാനൊരു 3-4 വായൊക്കെ കഴിക്കത്തുള്ളൂ. എന്നാലും നീ കഴിക്കണം. അപ്പോൾ വീട്ടിൽ പോയിട്ട് വരുമ്പോഴും എൻ്റെ ഡയറ്റിൽ കുറച്ച് ഇളക്കം തട്ടാറുണ്ട്. പിന്നെ അതുപോലെ അവിടെ പോയി കഴിഞ്ഞാൽ പായസം കുടിക്കും. കാരണം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ പായസം കൊണ്ട് തരും. അമ്പലത്തിലൊക്കെ പോകുമ്പോഴേ ഒന്നെങ്കിൽ പൊങ്കാല ഇടുന്നതായിരിക്കും, അല്ലെങ്കിൽ പ്രസാദമായിരിക്കും, പിന്നെ വീട്ടിൽ നിന്ന് അമ്മ പോകുന്നതിൻ്റെ ആയിരിക്കും. അങ്ങനെയൊക്കെ പായസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പായസം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഡയറ്റൊന്നുമില്ല. ഇനി ആര് ചത്തെന്ന് പറഞ്ഞാൽ ഞാൻ തിന്നും. അത് വേറെ കാര്യം. പായസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് ഈ അമ്പലങ്ങളിലെ വഴിപാടെന്ന് പറഞ്ഞാൽ എനിക്ക് ഭ്രാന്തമായ ഒരു എനിക്ക് ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ആരവിടെ പായസമൊക്കെ 10 ടിന് കിട്ടിയാൽ ഞാൻ ഒറ്റയടിക്ക് തിന്നു തരും. അങ്ങനത്തെ ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട് എനിക്ക് ഡയറ്റിലിരുന്നാലും കേട്ടോ. അപ്പോൾ ഞാൻ ബൈ ദ വേ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു 3 മാസമായിട്ട് ഞാൻ അധികം ഷുഗർ വീട്ടിലെ ചായ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അതായത് പഞ്ചസാര ഞാൻ തൊട്ടിട്ടില്ല. ഈ ഇടയ്ക്ക് വല്ലപ്പോഴും ഈ ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കണം മാസത്തിൽ ഒരു ഫംഗ്ഷനോ കാണാക്കി വരത്തുള്ളൂ. അപ്പോൾ അത് ഇപ്പം അതായത് 1-2 കണ്ട് ഈ ഒരു 3 മാസത്തിന് വന്നിട്ടുള്ളൂ. ആ ഒരു 2 ദിവസം കണ്ട് ഞാൻ ഐസ്ക്രീം കഴിച്ചുള്ളൂ. അല്ലാതെ ഞാൻ ഈ മധുരം കഴിച്ചിട്ടേ ഇല്ല. പക്ഷേ മധുരം കഴിക്കാതിരുന്നാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ അതിൻ്റെ മാറ്റം. നമ്മൾ പറയുന്നതിനെക്കാട്ടിൽ നമ്മൾ കഴിക്കാതെ ഇരുന്ന ആ ഫീലിങ്സ്, അതായത് ആ ഒരു മാറ്റം, ആ ഒരു ഫീൽ നമ്മൾ അറിയണം. മധുരം അവോയ്ഡ് ചെയ്യുമ്പോൾ ഈ പഞ്ചസാരയാണ് ഏറ്റവും വലിയ വിഷം. അത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഓയിലി ഫുഡ്, ജങ്ക് ഫുഡ്, പുറത്തുനിന്നുള്ള ഈ ഹോട്ടൽ ഭക്ഷണം അപ്പാടെ ഉപേക്ഷിക്കുക. വീട്ടിൽ എന്താണെന്നുള്ളത് നല്ല രീതിക്ക് കുക്ക് ചെയ്ത് കഴിക്കുക. അതാണ് മെയിനായിട്ടുള്ളത്. നമ്മൾ പുറത്ത് ഈ ബേക്കറി ഐറ്റംസ് എല്ലാം ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ പകുതി ആരോഗ്യം ഓക്കെയാണ്. പകുതി എന്നല്ല, 1/4 ആരോഗ്യം ഓക്കെയാണ് നമ്മൾ പുറത്ത് ഈ ജങ്ക് ഫുഡ്. പിന്നെ ബാക്കി പച്ചക്കറി ഇതൊക്കെ നമുക്ക് നല്ലത് കിട്ടത്തില്ലല്ലോ, എല്ലാം മരുന്നടിച്ച് വരുന്നതല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സൈഡ് എഫക്റ്റ് നമുക്കുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ നോക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു ജേണിയിൽ അങ്ങനെയാണ്. ഇപ്പോൾ ഒരു 67 കിലോ കുറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അത് കൂർക്കാം. ഒരു 7 കിലോ വെയിറ്റ് ഞാൻ കുറഞ്ഞിട്ടുണ്ട്. 70 കിലോ ആയിരുന്നു. അപ്പോൾ എന്താ നിങ്ങളെല്ലാവരും എന്താ ചെയ്യേണ്ടത്? നമ്മൾ സ്വയമായിട്ട് എല്ലാ വർഷവും ജനുവരി 1-ാം തീയതി നമ്മൾ പ്രതിജ്ഞ എടുക്കുന്ന പോലെ ഏതെങ്കിലും ഒരു മാസം ഏതെങ്കിലും ഒരു ദിവസം പ്രതിജ്ഞ എടുക്കാം. എൻ്റെ വെയിറ്റ് എനിക്ക് കുറയ്ക്കണം, എനിക്ക് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് ചെത്തി നടക്കണം, അല്ലെങ്കിൽ അമ്മച്ചിമാരെ പോലെ ഒരു വീട്ടിൻ്റെ മൂലയിൽ കുത്തിയിരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങളങ്ങ് തുനിഞ്ഞങ്ങ് ഇറങ്ങണം. നിങ്ങളെക്കൊണ്ട് പറ്റും, നമ്മളെക്കൊണ്ട് പറ്റത്തായിട്ടൊന്നുമില്ലല്ലോ. പിന്നെ മനുഷ്യനാണ്, ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ കൺട്രോൾ തെറ്റും. നല്ല നല്ല ഫുഡുകൾ കാണുമ്പോൾ കൺട്രോൾ തെറ്റുന്ന സമയത്ത് നമുക്കൊരു ബോധം വേണം നമ്മൾ ഡയറ്റിലാണ് എന്നുള്ളത് എന്ന് കരുതിയിട്ട് കുറച്ചൊക്കെ കഴിക്കാം. കാരണം മനുഷ്യനാണ്, നമ്മൾ റോബോട്ടൊന്നും അല്ലല്ലോ. ഇവിടെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം അതേപോലെ ചെയ്യാനായിട്ട് നമ്മൾ റോബോട്ടൊന്നും അല്ലല്ലോ. പക്ഷേ ആ ഒരു മെമ്മറിയിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു ഓർമ്മ കാണണം, അയ്യോ നമ്മൾ ഇത്രയും നാളായിട്ട് കഷ്ടപ്പെട്ട് നമ്മളെ വെയിറ്റ് കുറച്ചുകൊണ്ട് വരെയാണ്, ഒരു ദിവസത്തെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഇത്രയും ദിവസം സഹിച്ച ത്യാഗം ഒന്നും കളയില്ലെന്ന് ഓർത്താൽ മാത്രം മതി. കുറച്ചൊന്നും കഴിക്കണതിന് പ്രശ്നമൊന്നുമില്ല. മരിച്ചു കിടന്ന് ഡയറ്റ് എടുത്ത് നാളെ നമ്മൾ ചത്തുപോയി എന്തോ ചെയ്യും? നമ്മൾ ആഗ്രഹിച്ച വല്ലതൊക്കെ നമുക്ക് തിന്നാതിരുന്ന് ചത്തിട്ട് എന്തോ ചെയ്യാൻ? അപ്പോൾ എന്ത് വേണം, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ തിന്നാം. പക്ഷേ ഒരു കൺട്രോൾ വയ്ക്കുക, അത്രയും ഞാൻ പറയുന്നുള്ളൂ.
അപ്പോൾ അതാണ് എൻ്റെ ഒരു ജേണി. എനിക്ക് ഇനിയും കുറയാനുണ്ട്. എനിക്ക് 55 കിലോയിൽ വന്നിരിക്കണം. ഞാനാണ് ഇവിടെ കിടന്ന് പ്രസംഗിക്കണം. ഇനി 8 കിലോ എനിക്ക് കുറയണം. ഇതുവരെ 7 കിലോയെ കുറച്ചിട്ടുള്ളൂ. പതുക്കെ പതുക്കെ കുറയ്ക്കാം. പിന്നെ 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് കുറയ്ക്കാനൊക്കെ വിചാരിച്ചാൽ നടക്കുകയില്ല. എനിക്ക് നടക്കുകയില്ല. ഞാനിപ്പോൾ 3 മാസം ആയപ്പോഴാണ് എനിക്ക് 7 കിലോ പറഞ്ഞത്. ഇനി ഒരു 3 മാസം കൂടെ പിടിക്കുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു 5-6 കിലോ കൂടെ കുറയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, ഇങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഡൗട്ട് ചോദിച്ചവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ, നിങ്ങൾ നമ്മുടെ ഫുഡിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക. മെയിനായിട്ട് പുറത്തെ ഫുഡുകൾ അങ്ങ് നിർത്തി വയ്ക്കുക. പുറത്തെ ഫുഡുകളും എണ്ണയിൽ പൊരിച്ച് വറുത്ത് കോരുന്ന ഈ വറുത്ത് കോരിയെടുക്കുന്ന ഫുഡുകളും അങ്ങനെയുള്ളത്, പിന്നെ മൈദ അങ്ങനെയൊക്കെയുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം അങ്ങ് അവോയ്ഡ് ചെയ്ത് വയ്ക്കുക. നല്ല ഹെൽത്തി ഫുഡായിട്ട് കഴിക്കുക. പിന്നെ രാവിലെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ തുടങ്ങുന്നത് കുറച്ച് ഉണക്കമുന്തിരിങ്ങ തലേ ദിവസം വെള്ളത്തിയിട്ട് വയ്ക്കും. രാവിലെ അത് നല്ലപോലെ പിഴിഞ്ഞ് അത് കുടിക്കും, ഒരു 1/2 ഗ്ലാസ്. അത് കഴിഞ്ഞാൽ ചിയാ സീഡ് കുതിർത്ത് വെച്ചിട്ട് ഒരു 500 ml കപ്പിലാണ് ഞാൻ എടുക്കുന്നത്. അതിൽ നിറയെ ഇളം ചൂടുവെള്ളവും ഈ കുതിർത്ത് വെച്ച ചിയാ സീഡും ഒരു ഹാഫ് ലെമൺ സ്ക്യൂസ് ചെയ്തതും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഹണിയും ഇതും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുടിക്കുക. നമുക്ക് കുടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഓർക്കാനും പോലെയൊക്കെ ഫീൽ ചെയ്യുന്നെങ്കിൽ ഒരു നുള്ളു ഉപ്പിടാം. അപ്പോൾ ആ ഒരു ഇതങ്ങ് നമുക്ക് പോകും. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഞാൻ ചിലപ്പോഴൊക്കെ ഉപ്പിടാറുണ്ട്, കൂടുതൽ ഉപ്പിടാതാണ് കുടിക്കുന്നത്. അതാണ് രാവിലത്തെ റൊട്ടീൻ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്താ, ഈ അപ്പം, ദോശ, ഇഡലി ഇതെല്ലാം എടുക്കാം. ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കണമെന്നേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ എന്താണ് കുക്ക് ചെയ്യുന്നത് അത് തന്നെ കഴിച്ചുകൊണ്ട് നമുക്ക് വണ്ണം കുറയ്ക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാനിവിടെ അധികം രാവിലത്തെ ആ ഫുഡുകളൊന്നും ഉണ്ടാക്കാത്തത് ഞാനും എൻ്റെ കൊച്ചിനും തന്നെയേ ഉള്ളൂ. എൻ്റെ കൊച്ചിന് നേരം വെളുത്ത് 8 മണിയാകുമ്പോൾ ബസ്സിൽ പോകും. ആ ചെറുക്കനാണെങ്കിൽ 1 ഗ്ലാസ് പാല് പോലും കുടിക്കത്തില്ല നേരെ ജവന്. പിന്നെ അവന് വൈകുന്നേരം വന്ന ഈ രാവിലത്തെ പലഹാരവും തിന്നുന്നത് അവനും ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഞാൻ എന്തിനാണ് ഉണ്ടാക്കുന്ന ഈ അപ്പവും ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. സോ ഞാൻ രാവിലെ എന്തോ ചെയ്യും, ഈ റാഗിയുടെ പൗഡർ, ഓട്സ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് മേടിച്ച് വെച്ചിരുന്ന ഓരോ ഗ്ലാസ് അതാണ് കാച്ചി കുടിക്കുന്നത്. ഓട്സ് ആണെങ്കിൽ വെറും ഇച്ചിരി പാലും വെള്ളവും കൂടെ ഒഴിച്ച് ഓട്സ് ഇട്ട്, നമ്മുടെ റോൾഡ് ഓട്സ് ആണ്, അതിൽ മിക്സഡ് ആയിട്ടുള്ള, അതിൽ റാഗിയുണ്ട്, നമ്മുടെ ഫ്ലാക്സീഡ് ഉണ്ട്, ബാർലി, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളായിട്ട് അങ്ങനെ എന്തൊക്കെയോ മിക്സഡ് ആയിട്ടുള്ളൊരു ഞാൻ പിന്നീട് കാണിച്ചു തരാം. അത് ഒരു ഓട്സ് ആണ് കേട്ടോ, അതിനകത്ത് എല്ലാ സാധനങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഗ്ലാസ് ചെറിയ ഉപ്പിട്ടാണ് ഞാൻ കുടിക്കുന്നത്. റാഗി ആണെങ്കിൽ ഞാൻ 1 സ്പൂൺ ശർക്കര ഉപയോഗിക്കും. റാഗി ഉപ്പിട്ട് കുടിച്ച് എനിക്കെന്തോ ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് എന്തോ ചെയ്യും, ശർക്കര ഉപയോഗിക്കും. പിന്നെ നേരത്തൊക്കെ നമുക്കങ്ങ് വിശപ്പ് സഹിക്കാൻ വയ്യെങ്കിൽ എന്താ, കുറച്ച് അവലൊക്കെ തിന്നാൻ കേട്ടോ. അവൽ കുറച്ച് വളരെ ചെറിയ രീതിക്ക് ഒരു മിനിമലായിട്ടൊരു മധുരം നമുക്ക് വേണമല്ലോ, അതിന് കുറച്ച് ആ മധുരം വേണമെങ്കിൽ ചിലവർക്ക്, എൻ്റെ അമ്മയ്ക്കായ അവലും തേങ്ങയും മാത്രം ഇട്ട് തിന്നും കേട്ടോ. അമ്മ പറയാം അതിന് രസമാണെന്ന് പറയും. ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഞാനൊരു നുള്ളു ശർക്കരയിടും, അങ്ങനെ തിന്നാം. പിന്നെ നമുക്കൊരു വിശക്കുന്ന സമയത്ത് രാവിലെ നമ്മൾ 8-9 മണിക്കൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു 11 മണിയാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട് ഐറ്റംസ് കഴിക്കാം. പിന്നെ വൈകുന്നേരം ഈവനിങ്ങിനും നമുക്ക് എന്താ ഒരു 4-5 മണിയൊക്കെ ആകുമ്പോൾ ഒരു ഗ്രീൻ ടീയും കുറച്ച് നട്ട്സോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ ഉള്ളത് എന്തെങ്കിലും കഴിക്കാം. അങ്ങനെയൊക്കെ പോകുക. അങ്ങ് കുറച്ച് നിയന്ത്രണം, ആത്മസംയമനം പാലിച്ചാൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ കഴിക്കട്ടെ കേട്ടോ, ചൊറിയുന്നു. കുറേ നേരം ഇതെടുത്ത് വെച്ചപ്പോൾ തുടങ്ങിയിട്ട്, പിന്നെ ഇതെല്ലാം കഴിക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു. സംശയമുള്ളവരൊക്കെ നിങ്ങൾ ചോദിക്കാം, ഞാൻ പറഞ്ഞുതരാം.